കുട്ടികളെ, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ യൂണിറ്റിലെ ഉണർന്നുയരാം എന്ന പാഠഭാഗവും അതിൻ്റെ യൂണിറ്റുകളുടെ പാഠഭാഗങ്ങളുടെ ചോദ്യങ്ങളും ആൻസേഴ്സുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിൽ അത് നമുക്കൊരു ചിത്രം കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ല, എത്തിപ്പിടിക്കുവാൻ ചിന്നക്കൈ നീട്ടുന്നു ചുറ്റിലും ശൈശവ ഭാവനകൾ. ഇതിൽ 2-3 ചോദ്യങ്ങളുണ്ടല്ലോ. ഒന്നാമത്തത്, ചിന്നക്കൈ നീട്ടുന്നതാരാണ്? ചിന്നക്കൈ നീട്ടുന്നതാരാണ്? ആ പെൺകുട്ടി അല്ലേ, പെൺകുട്ടി എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം. പിന്നെ എന്തിനെ എത്തിപ്പിടിക്കാനാണ് ചിന്നക്കൈ നീട്ടുന്നത്? എന്തിനെ എത്തിപ്പിടിക്കാനാണ്? പ്രകൃതിയിലെ ഓരോ വസ്തുവും സുന്ദരമാണ്, ആ വസ്തുക്കളൊക്കെ കുട്ടിയെ ആകർഷിക്കുന്നുണ്ട്, അതെല്ലാം എത്തിപ്പിടിക്കാൻ കുട്ടി ആഗ്രഹിക്കുന്നു, അതിനായാണ് കുട്ടി ചിന്നക്കൈ നീട്ടുന്നത് എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം അല്ലേ. അടുത്തത്, കുട്ടികളുടെ എന്ത് പ്രത്യേകതയാണ് ഈ വരികളിലും ചിത്രത്തിലും ആവിഷ്കരിച്ചിട്ടുള്ളത്? എന്ത് പ്രത്യേകതയാണ്? അവരുടെ കൗതുകം അല്ലേ. പൂക്കളും കിളികളും കളിപ്പാട്ടങ്ങളുമെല്ലാമാണ് കുഞ്ഞുങ്ങളുടെ ലോകത്തെ സുന്ദരമാക്കുന്നത്. അതേപോലെ പ്രകൃതിയിലെ ഓരോ വസ്തുവും സുന്ദരമാണ്. വള്ളിയിൽ ഊഞ്ഞാലാടാനും പൂമ്പാറ്റകൾക്ക് പിന്നാലെ ഓടാനും പട്ടം പറത്താനും എല്ലാ കുട്ടിയും ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളാണ് കവിതയിലും ചിത്രത്തിലും നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ചെമ്പകപ്പൂവ് എന്ന പാഠഭാഗമുണ്ട് അല്ലേ. അതും ഒരു കവിതയാണ് അല്ലേ. അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പരിഭാഷ ചെയ്തത് KV സുരേഷാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ചെമ്പകക്കൊമ്പിൽ പൂവായി വിരിയുന്ന കുട്ടി ആദ്യം അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് എങ്ങനെയെല്ലാമാണ് അല്ലേ. ചെമ്പകക്കൊമ്പിലിരിക്കുന്ന കുഞ്ഞ് ഒരു പൂവായി വിരിയുന്നു. അവിടെ ഇരുന്ന് ഇളങ്കാറ്റിനൊപ്പം തലകുലുക്കുകയും തളിരിലകൾക്കും മീതെ തുള്ളിച്ചാടി നൃത്തം വെക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്? അടുത്തത്, എൻ്റെ കുട്ടി നീ എവിടെയാണ് എന്ന അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ കുട്ടി ചെയ്യുന്നത് എന്തെല്ലാമാണ് ചെയ്യുന്നത്? അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾ ഇലകൾക്കുള്ളിൽ ഒന്നുകൂടി പതുങ്ങിയിരുന്ന് സ്വയം മുറിച്ചിരിക്കുന്നു. പൂവാകുന്ന ഇതൾ മെല്ലെ വിടർത്തി അമ്മ ചെയ്യുന്നതെല്ലാം നോക്കിക്കാണുകയും ചെയ്യുന്നു. ഒരു പുതുപ്പൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എപ്പോഴാവും? അമ്മ കുളി കഴിഞ്ഞ് ഈറൻ മുടികൾ ചുമലിലേക്ക് വിടർത്തിയിട്ട് തുടിയിലൂടെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതുപ്പൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽപ്പെടും എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം. ഇനി എന്താണ്? അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് കുട്ടി ശ്രമിക്കുക? എന്ത് ചെയ്യാനാണ്? അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ കുട്ടിയാകുന്ന കുഞ്ഞു പൂവിൻ്റെ നിഴൽ ആ പേജുകളിലെ വരികൾക്കിടയിലേക്ക് കൃത്യമായി വീഴ്ത്തിക്കൊണ്ടിരിക്കാനാണ് കുട്ടി ശ്രമിക്കുക. അടുത്ത ചോദ്യം, പഴയ കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നതിനെക്കുറിച്ച് കുട്ടി പറയുന്നത് എന്താണ്? സന്ധ്യാനേരത്ത് അമ്മ കൊളുത്തിപ്പിടിച്ച വിളക്കുമായി പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ കുട്ടി ചെമ്പകമരത്തിൽ നിന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറുകയും ചെയ്യുമെന്നാണ് കുട്ടി പറയുന്നത് അല്ലേ. ഇനി അയ്യോ അതുമാത്രം പറഞ്ഞുകൂടാ അമ്മേ എന്ന് കുട്ടി പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സന്ധ്യയ്ക്ക് കൈവിളക്കുമായി പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ ചെമ്പകമരത്തിൽ നിന്ന് പെട്ടെന്ന് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായി മാറി കഥ കേൾക്കാൻ വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അമ്മ ചോദിക്കും, വികൃതി കുട്ടി നീ ഇതുവരെ എവിടെയായിരുന്നുവെന്ന്. ആ രഹസ്യം കുട്ടി അമ്മയോട് പറയില്ല എന്നാണ് കുട്ടി പറയുന്നത് അല്ലേ. ഇനി അടുത്തത്, വരയ്ക്കാം, നിറം കൊടുക്കാം. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങളെ ചിത്രങ്ങളാക്കൂ. ചിത്രത്തിനിടയിൽ ആ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന വരികൾ എഴുതണം. അപ്പോൾ ഇതിൽ ചില വരികൾക്കും അതിനുള്ള ചിത്രങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ചിത്രത്തിനിടയിൽ ആ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന വരികൾ എഴുതണം, ചിത്രം വരയ്ക്കുകയും ചെയ്യണം. അത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടതാണ്. നല്ല മോഡർ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ വരികൾ, തൊടിയിലേക്ക് തുറന്നിട്ട ജനൽപ്പടിയിൽ ചെരസിലും അടിയിലും ഈ മന്മരത്തിൻ്റെ തണൽ പതിപ്പിച്ചുകൊണ്ട് അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുനീള അമ്മ അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഏടിലെ വരികൾക്കിടയിലേക്ക് കൃത്യമായി വീഴ്ത്തിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ ഇതാണ് അതിന് പറ്റിയ ചിത്രം അല്ലേ. അമ്മ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിഴൽ വീഴുന്നു ബുക്കിൽ. രണ്ടാമത്തെ ഒരു ചിത്രം, എൻ്റെ കുട്ടി നീ എവിടെയാണ്? അപ്പോൾ ഞാൻ ഇലകൾക്കിടയിലേക്ക് ഒന്നുകൂടി പഴുങ്ങുകയും സ്വയം ഊരിച്ചിരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഇതളുകൾ പയ്യെ വിരുത്തി അമ്മ ചെയ്യുന്നതെല്ലാം ഞാൻ നോക്കി നിൽക്കും അല്ലേ. ഒരു പൂവിൻ്റെ ഉള്ളൊരു കുട്ടി ഇരിക്കുന്നത് പോലുള്ള പടം വരയ്ക്കാം. ഇനി അടുത്ത ചോദ്യം,
ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവൃത്തികളിൽ നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്തത്തെ ഈ കവിതയിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് അതറിയിക്കാനായി കുട്ടി നടന്ന ശ്രമങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിപ്പായി എഴുതുക. എങ്ങനെ എഴുതാം നമുക്ക്? അമ്മമാരുടെ ശ്രദ്ധയാകർഷിക്കാൻ കുട്ടികൾ പലതരത്തിലുള്ള ബിരുദുകളും ഒപ്പിക്കാറുണ്ട്. കവിതയിലും അത്തരമൊരു കുട്ടിയെ കാണാം. അമ്മയുടെ ശ്രദ്ധ തന്നിൽ തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണ് അവൻ. മുറ്റത്തെ ചെമ്പകമരത്തിൻ്റെ മുകളിലെ കുമ്പിൽ ഒരു ചെമ്പകപ്പൂവാകാനാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. ഇളം കാറ്റിനൊപ്പം തലകുലുക്കാനും തളിരിലകളിൽ നൃത്തം വയ്ക്കുവാനും അവൻ ആഗ്രഹിക്കുന്നു. അമ്മ തന്നെ അന്വേഷിക്കുമ്പോൾ ഇലകൾക്കിടയിൽ പതുങ്ങിയിരുന്ന് ഒളിച്ചു നോക്കാനും അമ്മയുടെ അന്വേഷണം കണ്ട് ഉറിച്ചിരിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. ഇതളുകൾ വിടർത്തി അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കാണുന്നു. അമ്മ ഗ്രന്ഥം വായിക്കുമ്പോൾ അവൻ താനാകുന്ന ചെമ്പകപ്പൂവിൻ്റെ കുഞ്ഞു നിഴൽ വീഴ്ത്തി അക്ഷരങ്ങൾക്കുമേൽ തുള്ളിക്കളിക്കുന്നത് അമ്മയ്ക്ക് കാണാനാകുന്നില്ല. അമ്മ സന്ധ്യയ്ക്ക് വിളക്കുമായി പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മരത്തിൽ നിന്ന് ഞെട്ടറ്റ് താഴെ മണ്ണിലെത്തി അമ്മയുടെ പഴയ കുട്ടിയാകാൻ ആഗ്രഹിക്കുന്നു. നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതുമാത്രം പറയാൻ പറ്റില്ല എന്നും കുട്ടി പറയുന്നു. ഭാവനകൾ നിറഞ്ഞ കുട്ടികൾ പലതരം കുസൃതികളും അമ്മയ്ക്ക് മുമ്പിൽ എടുക്കാറുണ്ട്. അത്തരമൊരു കുട്ടിയായി മാത്രമേ കവിതയിലെ കുട്ടിയെയും കാണാനാവുകയുള്ളൂ. അമ്മയുടെ സ്നേഹം പിടിച്ചുപറ്റാൻ കുട്ടികൾ നടത്തുന്ന ശ്രമമായി ഇതിനെ കാണാം. എല്ലാവരും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള തന്ത്രങ്ങളാണ് കുട്ടികൾ എടുക്കാറുള്ളത്. തന്നോട് അമ്മയ്ക്ക് സ്നേഹം കൂടുതൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ താല്പര്യമാണെല്ലാം. ആ താല്പര്യം തന്നെയാണ് ഈ കവിതയിലും കാണാനാകുന്നത് എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.